നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വരുന്നത് ഒരു പെയ്ഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് 30 സെക്കൻഡ് പരസ്യം കണ്ടുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഡയറക്റ്റ്ലി നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, ഡയറക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ തന്നെ നമ്മുടെ വിന്നേഴ്സിനെയൊക്കെ നമ്മൾ ശനിയാഴ്ചകളിൽ നമ്മൾ സെലക്ട് ചെയ്യും. ഒരാഴ്ചത്തെ കമ്മിറ്റിയിൽ നിന്നായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. എന്തായാലും കഴിഞ്ഞ ആഴ്ച എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് വീഡിയോക്ക് ലേറ്റ് ആയിരിക്കും, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞ കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ച കുറേ പേരുടെ ആഗ്രഹപ്രകാരം നമ്മൾ ഓരോന്നും എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രൈക്ക് കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ട്. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിലവിൽ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 12 രൂപ 28 പൈസയാണ് എൻ്റെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ഏൺ എന്നുള്ളൊരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഏണിങ്സിൽ തന്നെ പറയുന്നുണ്ട് 1000 പോയിൻ്റാണ് നമ്മുടെ 90 രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡോളർ എന്ന് പറയുന്നത് 1000 പോയിൻ്റാണ്. അപ്പോൾ 90 രൂപയാണ്. പിന്നെ ഇത് ഏൺ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ, ഒന്നെങ്കിൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വാച്ച് ചെയ്തിട്ട് ചെയ്യാം, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിക്കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈക്രോ ടാസ്കുകൾ ചെയ്തുകൊണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ 60 രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ അകത്തുള്ള ഹൈലൈറ്റ്. 60 രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് 1000 പോയിൻ്റ് ആകണ്ട, അതിന് മുമ്പേ നമുക്ക് വിഡ്രോ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഏകദേശം 21% ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് എന്തായാലും നിങ്ങൾ ആഡ് ചെയ്തേക്കുക. ഞാൻ നിലവിൽ ആഡ് ചെയ്തിട്ടില്ല. 60 രൂപയാകുമ്പോഴാണ് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ആഡ് ആവാനുള്ള ടാബ് ഓപ്പൺ ആകുള്ളൂ. ഞാനിപ്പോൾ നോക്കിയാലും വരില്ല. ശരി, ഇനി ഇതിൻ്റെ അടുത്തൊരു പാർട്ട് അനാലിറ്റിക്സ് ആണ്. അനാലിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ദിവസമാണ് എത്ര സമയം എടുത്തിട്ടാണ് വീഡിയോ കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ ഗെയിംസിൻ്റെ നോട്ടിഫിക്കേഷൻസാണ് ഇടയ്ക്കിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ടാണ് 0.747 INR ഞാൻ നേടിയെടുത്തത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ റെഫറലൊന്നും ചെയ്തിട്ടില്ല, ആരും റെഫർ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇത് റിവ്യൂ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഏത് ദിവസമാണ് നമുക്ക് കൂടുതൽ ഏണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അനാലിറ്റിക്സ് പാർട്ടിൽ നിന്ന് കിട്ടും. ശരി, ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് വാച്ച് ആഡ് കൊടുക്കുക. വാച്ച് ആഡ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വാച്ച് വീഡിയോ കൊടുക്കുമ്പോൾ നമുക്ക് 1 മുതൽ 10 പോയിൻ്റ് വരെയാണ് ഒരു വീഡിയോ നമ്മൾ ഏൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ താഴെ അവരുടെ പരസ്യമൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഞാൻ തൽക്കാലം വാച്ച് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ അവരുടെ പെയ്ഡ് വർക്കിനെ ഇഷ്ടപ്പെട്ട് റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം ഇപ്പോൾ പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ചാടിക്കയറി അവരുടെ ആഡ് വന്നു. അപ്പോൾ ഞാൻ റേറ്റിംഗ് ഒക്കെ പിന്നെ കൊടുത്താൽ മതി. റേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കപ്പോൾ റേറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും പുതിയ ആഡിലേക്ക് പോവാണ്. ഇപ്പോൾ നിലവിൽ അവരുടെ ഒരു ആഡ് ഏതോ ഒരെണ്ണം റൺ ചെയ്യുന്നുണ്ട്, മേ ബി. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഏണിംഗ് എന്ന് പറയുന്നത് അവർ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് ടൈം പീരീഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സമയം കഴിയുമ്പോൾ അതിന് സ്കിപ്പ് ചെയ്ത് വയ്ക്കുക. സാധാരണ അതിലൊരു 30 സെക്കൻഡ് പരസ്യമാണ് വരിക, ആഡായിട്ട് വരിക, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരിക. അതിന് ജസ്റ്റ് അങ്ങ് കാണുക, സ്കിപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ക്ലോസ് ചെയ്യാനുള്ള ടാബ് എനിക്ക് ഓപ്പൺ ആയില്ല ഇതുവരെ. ഇതെന്താണ്? അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാൻ പറ്റും. എന്തായാലും ആഡ് കഴിയുന്നവരെ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ആഡ് ഞാൻ പറയുക നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഗീവ് വിന്നേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ലാസ്റ്റ് വീക്കിൽ 2 വീഡിയോ ഉണ്ടായിരുന്നത്. അതിലൊരു സൂപ്പർ വിന്നർക്കുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 5 പേരെ നമുക്ക് എടുക്കണം, 2 വീഡിയോയും. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് 2 വീഡിയോയിൽ നിന്നും തൽക്കാലം 2 പേരെ വെച്ച് എടുത്തിട്ട് പിന്നെ സൂപ്പർ വിന്നറുള്ള വീഡിയോയിൽ നമുക്ക് സൂപ്പർ വിന്നർ ഉണ്ടെങ്കിൽ അയാൾക്കും കൊടുക്കാം, ഇല്ലെങ്കിൽ 4 പേർക്ക് തന്നെയായിരിക്കും ഇത്തവണത്തെ സമ്മാനം. അപ്പോൾ നമ്മൾ നിലവിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നിന്ന് നമ്മൾ തൽക്കാലം എടുക്കുകയാണ്. ആ സ്പെൻഡിങ്ങിൻ്റെ വീഡിയോന്ന് ഞാൻ അലൗഡ് ചെയ്തിട്ടുണ്ട്. 2 വിന്നറെ സെലക്ട് ചെയ്തു. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് കുറേ 205 മറ്റോ കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ലോഡ് ചെയ്യുന്നു. ഓക്കെ, കൗണ്ട് ഡൗണിലാണ്. ഇത്തവണത്തെ വിന്നേഴ്സ് ആരാന്ന് നോക്കാം. ഓക്കെ, സെൽസ്റ്റ J5C, ദെൻ അജിത് കിച്ചു 2606, 2 പേരുമാണ് വിന്നേഴ്സ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ എന്തായാലും ആഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ സ്കിപ്പ് ചെയ്തു. ടൈം കഴിഞ്ഞപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ 30 സെക്കൻഡ് ഏൺ ചെയ്തപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നത് ഞാനിപ്പോൾ അത് 13 രൂപയായിട്ട് മാറി. ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചപ്പോൾ നിങ്ങൾക്കറിയാം 12 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റയടിക്ക് അത് 13.53 മാറി.
അഗെയിൻ ഞാൻ വീണ്ടും ഒരു ആഡ് കാണാം. ഓക്കെ, ഇത് പറയുന്നത് 1 മുതൽ 10 പോയിൻ്റ് വരെ കിട്ടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആഡ് 30 സെക്കൻഡ് കണ്ടാൽ എനിക്ക് 9 പോയിൻ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിൻ്റെ അത് കാണിക്കും എത്ര പോയിൻ്റാണ് നമുക്ക് ഏൺ ചെയ്യുക എന്നുള്ളത് ഓരോ ആഡിലും കാണിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗിവ് വിന്നേഴ്സിന് എടുക്കുകയാണ്. ഇതിലും 2 പേരെയാണ് നമുക്ക് എടുക്കേണ്ടത്. ലാസ്റ്റ് വന്ന വീഡിയോ ഒന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി കമൻറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഗിവേയിലേക്ക് പോവാണ്. അത്യാവശ്യം അറൗണ്ട് 168 കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 പേര് ആരാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഭാഗ്യവാന്മാരാരാണെന്ന് നോക്കാം. എന്തായാലും കൗണ്ട് ഡൗണിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, സ്റ്റാറ്റസ് വേൾഡ് 61561, ദെൻ ഇച്ച് വ്ളോഗ്സ് 1985. 2 പേരുമാണ് ഇതിൽ 2 വിന്നേഴ്സ്. കൺഗ്രാറ്റ്സ്. വിന്നേഴ്സ് എല്ലാം ഒന്ന് ഇൻസ്റ്റഗ്രാമിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം കൊടുക്കാമായിരുന്നു. ഇനി ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ നമുക്കൊരു സൂപ്പർ വിന്നറും കൂടി ഉണ്ടാകും. സൂപ്പർ വിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില വീഡിയോകളിൽ മിന്നി പറഞ്ഞു പോകുന്ന കാണാൻ പറ്റും. ഈ വേർഡെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാക്ക് കിട്ടും. ആ വാക്ക് കമൻറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ സൂപ്പർ വിന്നറായിട്ട് എടുക്കും. ആ വാക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നായിരിക്കും നമ്മൾ സൂപ്പർ വിന്നറായിട്ട് എടുക്കുക. അയാൾക്കും നോർമലി ഉള്ള വർക്കിലേക്ക്, അല്ലെങ്കിൽ നോർമലി ഉള്ള നമ്മളെടുക്കുന്ന വിന്നിങ് പാറ്റേണിലുള്ള 4 വിന്നേഴ്സിൻ്റെ കൂട്ടത്തിൽ അയാളെയും പരിഗണിക്കും. ഒപ്പം ആ വേർഡ് മാത്രം ടൈപ്പ് ചെയ്തിരിക്കുന്ന ആൾക്ക് സൂപ്പർ വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. അതും കൂടി ഇത്തവണ മുതലുള്ള വീഡിയോയിലുണ്ടാകും. ആ വേർഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ സൂപ്പർ വിന്നറാകാം. കൂടാതെ അതേ ആൾക്ക് തന്നെ വേണമെങ്കിൽ നോർമലി ഉള്ള നമ്മുടെ വീക്കെൻഡിലുള്ള ഗിഫ്റ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ വിന്നറായിട്ട് മാറുകയും ചെയ്യും. അത് ഈ ആഴ്ച മുതലുള്ള വീഡിയോയുടെ പ്രത്യേകതയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്കൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടി, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ആ സന്തോഷം ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ വിന്നറെ എടുക്കുകയാണ്. ഒരു വീഡിയോയിൽ നമ്മൾ സൂപ്പർ വിന്നർക്കുള്ള ഒരു വേർഡ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരത് ഏകദേശം ഒരു 98% വരെ കറക്റ്റ് ആക്കിയവരുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ഒരു വാക്കാണ് മിസ്സിങ് ആയിപ്പോയത് പലർക്കും. ഞാൻ കണ്ടിരുന്നു. എനിവേ, നമ്മുടെ ഈ വരുന്ന വീഡിയോയിലെല്ലാം അതുപോലുള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും ഒരു സൂപ്പർ വിന്നർക്കുള്ള ഉണ്ടാകും. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരു വേർഡ് ലെറ്ററുകൾ പറന്നു പോകുന്നൊക്കെ കാണാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ വിന്നർ ഉണ്ടോ എന്ന് നോക്കാം. ഒരു ലാസ്റ്റത്തെ വീഡിയോയിലുണ്ടായിരുന്ന Techuncos 01 എന്നായിരുന്നു നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നൊരു നമ്മൾ ഒളിപ്പിച്ചിരുന്ന വേർഡ്. അപ്പോൾ നമ്മളത് കൺഫേം ചെയ്യാണ്. ആകെ 205 കമൻറ്റിൽ ഒരാൾ മാത്രമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ്ലി സമ്മാനം കൊടുക്കാമെന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഡ്രോയുടെ ആവശ്യമൊന്നുമില്ല. 205 കമൻറ്റിൽ ആകെ വന്നിരിക്കുന്നത് ഒരേ ഒരു കമൻറ്റാണ്. സോ കൺഗ്രാറ്റ്സ്. നിങ്ങൾ എന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം തരാം. അപ്പോൾ നമ്മൾ 2 പരസ്യം കണ്ടുപോഴേക്കും നമുക്ക് ഏകദേശം 2 രൂപ കിട്ടി. അതായത് 30 സെക്കൻഡിൻ്റെ പരസ്യം കണ്ടതിന് നമുക്ക് കിട്ടിയത് 2 രൂപയാണ്. ഇപ്പോൾ എൻ്റെ ബാലൻസ് 14 രൂപ 28 പൈസ. 12 തുടങ്ങിയതാണ്. 2 പരസ്യം കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇതല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞ ഏത് വർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഗെയിം കളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്താണോ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഷോപ്പ് ചെയ്തുകൊണ്ടോ, ഈവൻ ഷോപ്പിംഗ് കൂപ്പൺ നമുക്ക് ക്ലെയിം ചെയ്തുകൊണ്ടും ചെയ്യാം. സർവർ നടത്തിക്കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന ലിങ്കുകൾ ഞാൻ തൽക്കാലം ഒഴിവാക്കും. കാരണം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടെന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് എനിക്ക് വാണിംഗ് ഒരു സ്ട്രൈക്ക് തന്നത്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക. ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ലിങ്ക് അവിടെ കാണും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കമൻറ്റ് ബോക്സിലോ മറ്റോ ഞാൻ എന്തായാലും ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.